നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ കുറേ നാളിന് മുന്നേ ഘനശ്യാമ ആ ഒരു പാട്ടിൻ്റെ ഡാൻസിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് കിട്ടിയത്. അന്ന് മുതലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാണ് ഘനശ്യാമയുടെ ട്യൂട്ടോറിയൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം മ്യൂസിക്കിൻ്റെ പോർഷൻ, ജസ്റ്റ് കുറച്ച് പോർഷൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലെ സ്റ്റെപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് മിക്കവാറും നമ്മൾ രണ്ടുപേര് ചേർന്നായിരിക്കുമല്ലോ കളിക്കുന്നത്. ഞങ്ങൾ ആ വീഡിയോയിലും രണ്ടുപേരാട്ടോ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ശരി, രണ്ടുപേരാണെങ്കിലും ശരി, എങ്ങനെ കളിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ. തിരിഞ്ഞ് നിൽക്കാം, ബാക്കിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ സ്റ്റെപ്പ് ഇപ്പോൾ നേരെ നിന്ന് കാണിച്ചു തരാമേ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകണം. റൈറ്റ് സൈഡിൽ നിൽക്കുന്നവർ അവിടുന്ന് ക്രോസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് വരണം. ഇപ്പം ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾ റൈറ്റിലോട്ട് പോകാൻ ആ സൈഡിലേക്ക് ഇരിക്കുന്ന നമ്മുടെ റൈറ്റ് ലെഗ് ആദ്യം വയ്ക്കും. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാലിങ്ങനെ നീട്ടും. ഇനി റൈറ്റ് സൈഡിൽ നിൽക്കുന്നവർക്ക് ലെഫ്റ്റിലോട്ട് പോകാൻ ആ സൈഡിൽ ഇരിക്കുന്ന നമ്മുടെ ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് നീട്ടും. വീണ്ടും ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് നീട്ടും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഈ റൈറ്റ് കാലിൻ്റെ കൂടെ തന്നെ റൈറ്റ് കൈയും കൂടെ 1 കടകാമുഖം. കടകാമുഖത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അളപത്മം കടകാമുഖം, അളപത്മം കടകാമുഖം. തിരിച്ചു വരുമ്പോൾ ലെഫ്റ്റ് കൈ അളപത്മം കടകാമുഖം, അളപത്മം കടകാമുഖം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? 1 2 3 4. ഓക്കെ, ഇവിടുന്ന് പോകുമ്പോഴും അങ്ങനെ. ഇത് ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് നിന്നിട്ടല്ല, ബാക്കിലോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ചെയ്യണേ ആദ്യം. അപ്പോൾ എങ്ങനെ വരും? ആദ്യത്തെ കുറച്ച് പോർഷൻ ഒന്ന് വിട്ടിട്ട് വേണം കളിക്കാനായിട്ട്. ഇത് വരുമ്പോൾ എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തിരിയും ഓരോരുത്തരായിട്ട്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഇതൊരു 4 എണ്ണം ആയിട്ട് അങ്ങ് ചെയ്യണം. അല്ലെങ്കിൽ 2 എണ്ണം ഇങ്ങോട്ടും 2 എണ്ണം ഇങ്ങോട്ടും ചെയ്തതിന് ശേഷം തിരിഞ്ഞ് ഫ്രണ്ടിലോട്ട് നിൽക്കും. എന്നിട്ട് കൈ ആദ്യം ഞാൻ പറഞ്ഞുതരാം. 1 1 2 1 1 2 ഹംസാസ്യം പിടിക്കും. എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കി മുകളിൽ കൊണ്ടുവരും. തിരിച്ചിങ്ങോട്ട് കൈ കറക്കി ഇങ്ങനെ കൊണ്ടുവരും. കാല് വരുന്നത് നമ്മൾ റൈറ്റ് ഹാൻഡ് താഴോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഓപ്പോസിറ്റ് കാലായിരിക്കും ഫ്രണ്ടിലോട്ട് വരുന്നത്. നമ്മളൊന്ന് കാലിലിരിക്കണം. ഇങ്ങനെ 1 1 2. ആ ട്യൂണല്ല കേട്ടോ അവിടെ. ആ ട്യൂൺ വരുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് ആദ്യം ബാക്കിലത്തെ റൈറ്റ് കോർണറിലോട്ട് 1 1 2 ഇങ്ങനെ വേണമെങ്കിലും കാണിക്കാം. വീഡിയോയിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ റൈറ്റ് കാലെടുത്ത് ഇങ്ങനെ ബാക്കിലത്തെ റൈറ്റ് കോർണറിലോട്ട് സ്ട്രെച്ച് ചെയ്യും. എന്നിട്ട് കൈ മാത്രമേ ലെഫ്റ്റിലോട്ട് പോകത്തുള്ളൂ, കാലിന് മാറ്റമില്ല. 1 2 3 എന്ന് പറയുമ്പോൾ ഈ നീട്ടി വെച്ചിരിക്കുന്ന ലെഫ്റ്റ് കാലെടുത്ത് ബാക്കിൽ കുത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കിലത്തെ ലെഫ്റ്റ് കോർണറിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. 1 2 3 എന്ന് പറയുമ്പം ഈ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ കുത്തും. ഓക്കെ, അപ്പോൾ കൈ എങ്ങനെ വരും? ഇങ്ങനെ റൈറ്റ് സൈഡ് ചെയ്യുമ്പം റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വന്നിട്ട് 1 2 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് താഴോട്ട്, കാലിന് മാറ്റമില്ല, അങ്ങനെ തന്നെ. 3 എന്ന് പറയുമ്പം ഈ നീട്ടി വെച്ചിരിക്കുന്ന ലെഫ്റ്റ് കാല് ബാക്കിൽ കുത്തുമ്പം കൈ ഇങ്ങനെ തിരിച്ച് 1 1 2. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും കൈ സെയിം ഇങ്ങനെ പിടിച്ചിട്ട് 1 2. അത് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കമഴ്ത്തുകയോ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് തന്നെയും ചെയ്യാം. 1 2 3 4 5 6 7 8. ഇത് രണ്ടുപേരായിട്ട് ചെയ്യുന്നെങ്കിൽ ഒരാൾ മുന്നേ ഒരാൾ പുറകെ നിന്നിട്ട്. ഞാൻ ആ പാട്ടിട്ട് കളിക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാമേ. രണ്ടുപേരായിട്ട് ചേർന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ട് പഠിച്ചിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് രണ്ടുപേര് ചേർന്ന് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവും. ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. രണ്ട് സൈഡും നമ്മൾ ചെയ്യേണ്ടി വരും. ഡിവൈഡ് ചെയ്ത് ചെയ്യാതെ രണ്ടും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ കേട്ടോ. 1 2 3 4 5 6 7 8. അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്തതുപോലെ റൈറ്റ് കോർണറിലോട്ട് ലെഫ്റ്റ് കാലെടുത്ത് ഇങ്ങനെ ഒന്ന് ഇരിക്കും. കൈ അളപത്മം കടകാമുഖം, അളപത്മം കടകാമുഖം. 1 2 3 4. തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് ചെയ്യുമ്പം നമ്മുടെ റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് കോർണറിലോട്ട് വെച്ചിട്ട് 1 2 3 4. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വരും? 1 2 3 4 5 6 7 8. അത് കഴിഞ്ഞിട്ട് റൈറ്റ് കൈ നീട്ടും, ലെഫ്റ്റ് കൈ നീട്ടും. ലെഫ്റ്റ് കൈയിലോട്ട് നോക്കി ഇങ്ങനെ കറക്കി കൈ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് റൈറ്റ് ഹാൻഡിലോട്ട് നോക്കി
ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ ഇങ്ങനെ വരും. ഇത്രയുമാണ് മ്യൂസിക്കിൻ്റെ പോർഷൻ വരുന്നത്. അത് ഞാൻ ചേർത്തൊന്ന് കാണിച്ചു തരാമേ. One, two, three, four, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഇത് ഇത്രയാണ്. ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോയും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി പാട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുന്നേ ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഒറ്റയ്ക്ക് കളിക്കാനായിട്ടാണെങ്കിലും രണ്ടുപേര് ചേർന്ന് കളിക്കാനായിട്ടാണെങ്കിലും ഇനി ഗ്രൂപ്പ് ആയാലും പ്രശ്നമില്ല. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ എത്ര പേരാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് റൈറ്റും ലെഫ്റ്റും ആയിട്ട് തിരിയണം. സെൻറ്ററിൽ നിൽക്കുന്ന ആൾക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ സെൻറ്ററിൽ വരുന്ന ആൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഇപ്പോൾ റൈറ്റ് സൈഡുകാരുടെ കൂടെ കളിക്കാം, അതല്ലെങ്കിൽ രണ്ട് സൈഡും ചെയ്യാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ രണ്ട് സൈഡുകാരുടെയും കൂടെ കളിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ആയാലും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം, ഗ്രൂപ്പായിട്ടാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും രണ്ടുപേരായിട്ടാണെങ്കിലും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായോ? ഇത്രയും ശരി. അപ്പോൾ നമുക്കിനി പാട്ടിലോട്ട് പോകാമേ. ഘനശ്യാമ അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആദ്യം കാല് കാണിച്ചു തരാമേ. റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, റൈറ്റ്. ആ രണ്ടാമത്തെ റൈറ്റ് ചവിട്ടുമ്പം റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് പൊക്കും. ഇനി ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പം എങ്ങനെ വരും? കൈ കൃഷ്ണനെ പിടിക്കും. ഘനശ്യാമ വൃന്ദാരണ്യം. രാസകേളി എന്ന് പറയുമ്പം രണ്ടുപേരാണെങ്കിൽ അത് ഫേസ് ടു ഫേസ് നിൽക്കും. ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റൗണ്ടിൽ നിൽക്കും. ഇനി ഒരാളായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ രാസകേളി നേരെ നോക്കിയിട്ട് തജ്ജം, തജ്ജം. ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് കുത്തി നിർത്തും, റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് കുത്തി നിർത്തും. മുദ്ര വരുന്നത് കർത്തരിമുഖമാണ്. രാസകേളി. യാമം എന്ന് പറയുമ്പോൾ റൈറ്റ് കാലെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വയ്ക്കും. യാമം. ലെഫ്റ്റ് കൈ ഡോളാഹസ്തം, റൈറ്റ് കൈ പതാക തിരിച്ചു പിടിക്കും. ഓക്കെ, ഇനി ഹംസാസ്യം പിടിച്ചിട്ട് ഇങ്ങനെ 1, 2, 3. ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുക. റൈറ്റിൽ നിൽക്കുന്ന ആൾ ലെഫ്റ്റിലോട്ടും ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾ റൈറ്റിലോട്ടും വരിക. ഒന്നെങ്കിൽ ക്രോസ് ചെയ്യാം, ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെ കളിച്ചാൽ മതി കേട്ടോ. വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട. 1, 2, 3, 1, 2, 3. വെറുതെ ഇങ്ങനെ 1, 2, 3, 1, 2, 3 ഹീൽസിൽ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. നികുഞ്ചങ്ങൾ. കുയിൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് കുത്തി നിർത്തും. ലെഫ്റ്റ് കയ്യിൽ താമ്രചൂടം. കുയിൽ പാട്ടിൽ. ഇങ്ങനെ പാട്ടിൽ. എന്നിട്ട് പകർന്നാടും എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മൾ റൈറ്റ് കാലെടുത്ത് ഫ്രണ്ടിലത്തെ റൈറ്റ് കോർണറിലോട്ട് ഇങ്ങനെ നിന്നിട്ട് കടകാമുഖം ഇങ്ങനെ പിടിച്ചിട്ട് 1, 2, 3 എന്ന് പറയുമ്പോൾ അളപത്മം, 4 എന്ന് പറയുമ്പോൾ കടകാമുഖം. അപ്പോൾ ഇങ്ങനെ നോക്കും. ഓക്കെ, നേരം, നേരം 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ ഇതൊന്ന് ചേർത്ത് ചെയ്ത് നോക്കാമേ. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളി യാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. അത് കഴിഞ്ഞിട്ട് എന്നോടേറെ. ഇത് ഓരോരുത്തരായിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് വരിക്കനുസരിച്ച് എന്താണ് കൈകളും സ്റ്റെപ്പും വരുന്നതെന്നുള്ളത് കാണിച്ചു പോകാമേ. എന്നോടേറെ ഇഷ്ടമെന്നാൽ. ക്ലിയർ ആണോ? 1, 2, 3 എന്ന് പറയുമ്പോൾ റൈറ്റ് കാല് ബാക്കിൽ കുത്തിയിട്ടിരിക്കും. ഇങ്ങനെ മുകുളം അളപത്മം. ഇഷ്ടമെന്നാൽ കൃഷ്ണവേണു ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ പാടി, അല്ലെങ്കിൽ 2 കൈ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെ? എന്നോടേറെ ഇഷ്ടമെന്ന കൃഷ്ണവേണു പാടി. ഇനി അടുത്ത വരി വരുമ്പോഴത്തേക്കും ഇഷ്ടമെന്നോടേറെ എന്നാൽ. ഇതും നേരത്തെ പോലെ തന്നെ അരമണ്ഡലത്തിൽ വേണമെങ്കിലും ഇരിക്കാം. എന്നിട്ടിങ്ങനെ മന്ത്രവേണു ഓതി റൈറ്റ് കയ്യിൽ മാത്രം ഇങ്ങനെ ഹംസാസ്യം പിടിച്ചിട്ട് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ വീണ്ടും ഘനശ്യാമ വൃന്ദാരണ്യം. ഇവിടെ ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തത് ആ വൃന്ദാരണ്യം എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ അളപത്മം ഡോളാഹസ്തവും ആകും. ഓക്കെ, ഘനശ്യാമ വൃന്ദാരണ്യം.
എന്നിട്ട് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് കോർണറിലോട്ട് ടേൺ ചെയ്തിട്ട് റൈറ്റ് കാലിങ്ങനെ 1 2 3 4 കാല് ഇങ്ങനെ ഓടിച്ചിടണം, ഇങ്ങനെ വെക്കരുത്, കാല് ഓടിച്ചിടണം. കൈ വരുന്നത് കടകാമുഖത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അളപത്മം കടകാമുഖം, അളപത്മം കടകാമുഖം. 1 2 3 4. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ രാസകേളി അല്ല രാസകേളിക്കായത് കേട്ടോ. എന്നിട്ട് യാമം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ. അത് കഴിഞ്ഞിട്ട് കാല് വരുന്നത് തജ്ജം തജ്ജം. അതായത് റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ഇങ്ങനെ കുത്തും, ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് കുത്തും. കൈ വരുന്നത് കടകാമുഖം പിടിച്ചിട്ട് നമ്മൾ ഏത് സൈഡിലോട്ടാണോ ചെയ്യുന്നത് ആ സൈഡിലത്തെ കയ്യിൽ അളപത്മം ഇങ്ങനെ താഴോട്ട് പിടിക്കും. തജ്ജം തജ്ജം. അത് കഴിഞ്ഞ് തെയ്ഹ തെയ്ഹി. ഇനി തജ്ജം മുകളിലോട്ട് കളിക്കും, ഇങ്ങനെ തജ്ജം തജ്ജം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഡോളാഹസ്തം റൈറ്റ് കയ്യിൽ കടകാമുഖം പിടിച്ചിട്ട് കാല് റൈറ്റ് കാല് ഇങ്ങനെ ഒന്ന് കറക്കി ഇങ്ങനെ എടുക്കും. ഓക്കെ, അപ്പം ഞാൻ ആ ലാസ്റ്റ് പോർഷൻ ഒന്നും കൂടെ ചേർത്ത് കളിച്ച് കാണിച്ചു തരാം. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. ഇത്ര മനസ്സിലായോ? ഇനി വീണ്ടും ഒരു മ്യൂസിക്കിൻ്റെ പോർഷനാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് മ്യൂസിക്കിൻ്റെ പോർഷനിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ആദ്യം കൈ ഇങ്ങനെ വരുവേ. റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ 1 2. 1 എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് മുകളിലോട്ട് അളപത്മം, 2 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് അളപത്മം. നെഞ്ചിന് നേരെ ഇരിക്കുന്ന കൈ എപ്പോഴും കടകാമുഖമായിരിക്കും. 1 2 ധിതിത്തൈ. ധിതിത്തൈ എന്ന് പറയുമ്പോൾ ഈ താഴെ ഇരിക്കുന്ന നമ്മുടെ ലെഫ്റ്റ് കൈ ഇങ്ങനെ മുകളിലോട്ട് കടകാമുഖമായിട്ട് വരും. തിരിച്ച് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റ് റൈറ്റ് ധിതിത്തൈ. കാല് വരുന്നത് റൈറ്റ് സൈഡിലോട്ട് ചെയ്യുമ്പം റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് കാല് നീട്ടും, ധിതിത്തൈ റൈറ്റിൽ ചവിട്ടും. ഇനി ലെഫ്റ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് റൈറ്റ് കാല് നീട്ടിയിട്ട് ലെഫ്റ്റ് കാലിൽ ധിതിത്തൈ ചെയ്യും. അപ്പോൾ അതെങ്ങനെ വരും? മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് രണ്ടുപേരാ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് ചെയ്യും. ക്രോസ് ചെയ്തിട്ട് സെൻറ്ററിൽ ഒന്നിച്ചിങ്ങനെ മുന്നിലും പുറകിലും ആയിട്ട് വരും. അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം, അത്രേ ഉള്ളൂ. 1 2. 1 എന്ന് പറയുമ്പോൾ കാല് റൈറ്റ് കാല് നീട്ടും, ലെഫ്റ്റ് കാലെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ കുത്തും. എന്നിട്ട് 1 കുതിച്ചതിന് ശേഷം തജ്ജം. തജ്ജം എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ് കാല് ചവിട്ടിയിട്ട് ലെഫ്റ്റ് കാല് ബാക്കിൽ. എന്നിട്ട് ആ ബാക്കിൽ ഇരിക്കുന്ന ലെഫ്റ്റ് കാലെടുത്ത് നമ്മൾ സമത്തിൽ നിൽക്കും. അതിനുശേഷം റൈറ്റ് കാലിങ്ങനെ തെറ്റി എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഒരു സ്റ്റെപ്പ് കയറി നിൽക്കും. അപ്പോൾ കൈ എങ്ങനെ വരുമെന്ന് വെച്ചാൽ 1 2 3 തജ്ജം. എന്നിട്ട് ഇങ്ങനെ നിന്നതിന് ശേഷം ഹംസാസ്യം പിടിച്ചിട്ട് 1 2. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എങ്ങനെ? ഇതിങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നേരെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതിനുശേഷം റൈറ്റ് കാല് ആദ്യം നമ്മൾ റൈറ്റ് കോർണറിലോട്ട് 1 2 റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ബാക്കിലോട്ട് നീട്ടും. കൈ വരുന്നത് കടകാമുഖം പിടിച്ചിട്ട് അളപത്മം കടകാമുഖം 1 2. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നീട്ടി വെച്ചിരിക്കുന്ന ലെഫ്റ്റ് കാലെടുത്ത് ബാക്കിൽ കുത്തും. ആ സമയത്ത് കടകാമുഖം പിടിച്ചിട്ട് ഒരു കയ്യിൽ അളപത്മം കടകാമുഖം ഇങ്ങനെ മാറി മാറി ചെയ്യും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത്? 1 2 3 4. ഇനി തിരിച്ച് ഇപ്പുറത്തോട്ട് ചെയ്യുമ്പം ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് ബാക്കിലോട്ട്, എന്നിട്ട് ആ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ കുത്തി 1 2 3 4. മനസ്സിലായോ? അതിനുശേഷം തജ്ജം തജ്ജം. റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ബാക്കിൽ, ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് ബാക്കിൽ. എന്നിട്ട് നമ്മൾ കടകാമുഖം പിടിച്ചിട്ട് ഇങ്ങനെ മുഴുമണ്ഡലത്തിൽ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് പൊക്കി ഇങ്ങനെ മുഴുമണ്ഡലത്തിൽ ഇരിക്കും. 1 2. അത് കഴിഞ്ഞിട്ട് തജ്ജം തജ്ജം. എങ്ങനെ? 1 2 3 4 1 2. എങ്ങനെ കൈ വരുന്നത്? കൈ ഇങ്ങനെ അകത്തോട്ട് വന്നിട്ട് നേരെ, അകത്തോട്ട് നേരെ. കാല് വരുന്നത് 1 2 3 4. ഒന്ന് ചേർത്ത് ചെയ്ത് നോക്കാം. അവയെ മ്യൂസിക്കിൻ്റെ പോർഷൻ ആയതുകൊണ്ട് കൺഫ്യൂഷൻ വരും. ആദ്യം സ്റ്റെപ്പ് പഠിക്കുക, അതിനുശേഷം നിങ്ങൾ മ്യൂസിക്കുമായിട്ട് ചേർത്ത് ചെയ്ത് നോക്കുക. ആ താളം കറക്റ്റായിട്ടാണ്, സ്റ്റെപ്പ് കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ
എന്നിട്ട് 1 2 3. നമ്മളുടെ ബോഡി ലെഫ്റ്റ് കോർണറിലോട്ട് തിരിഞ്ഞ് റൈറ്റ് കോർണറിലോട്ട് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. റൈറ്റും ലെഫ്റ്റും ചവിട്ടിയതിന് ശേഷം റൈറ്റ് കാലെടുത്ത് ബാക്കിലോട്ട് വയ്ക്കും. കൈ കടകാമുഖം പിടിച്ചിട്ട് 1 2 3. അളപത്മം ഡോളാഹസ്തം. അളപത്മം പിടിക്കുമ്പോൾ നമ്മൾ ആ റൈറ്റ് കോർണറിലോട്ട് ബെൻഡ് ചെയ്യും. ഡോളാഹസ്തം ആകുമ്പോൾ ലെഫ്റ്റിലോട്ട് തല ചരിച്ചിട്ട് ഇങ്ങനെ കയ്യിലോട്ട് നോക്കും. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ചാടണം. ചാടുന്നത് നമ്മൾ കാല് മടക്കി ചാടും. അപ്പോൾ കൈ വരുന്നത് ഇങ്ങനെ ഹംസാസ്യം പിടിക്കും. ലെഫ്റ്റ് കൈ മുകളിൽ, റൈറ്റ് കൈ നീട്ടി 1 2 ധിത്തി തൈ. വെറുതെ ഇങ്ങനെ 1 2 3 ധിത്തി തൈ. അപ്പോൾ നമ്മൾ ധിത്തി തൈ എന്ന് പറയുമ്പോൾ കൈ കറക്കി ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും. ഇനി വീണ്ടും ഒറ്റയ്ക്കാണ് കളിക്കണമെങ്കിൽ ഇത് 2 വട്ടം. അത് വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് ചാടാം, അതല്ലെങ്കിൽ സെയിം സൈഡിൽ തന്നെ 2 വട്ടം ചാടണം. അതല്ല 2 പേരായിട്ടോ ഗ്രൂപ്പായിട്ടോ ചെയ്യുന്നെങ്കിൽ ഡിവൈഡ് ചെയ്ത് ചാടാം. ഓക്കെ, അപ്പോൾ എങ്ങനെ 1 2 ധിത്ത് തൈ 1 2 ധിത്ത് തൈ. ഓക്കെ, അതിനുശേഷം അതേ കോർണറിലോട്ട് അങ്ങനെ തന്നെ ഫേസ് ചെയ്ത് നിന്നിട്ട് ഇങ്ങനെ 1 2 3 4. 1 2 3 4 എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ തിരിഞ്ഞു വരും, എന്നിട്ട് കമഴ്ന്നു വരും. 1 2 3 4 1 2. നീട്ടി മലർത്തി പിടിച്ചിട്ട് കമഴ്ത്തി പിടിക്കും. 1 2. അതിങ്ങനെ 1 2 3 4 1 2. മനസ്സിലായോ? അപ്പോൾ മ്യൂസിക് ചേർത്ത് ഒന്നും കൂടെ കാണിച്ചു തരാമേ. One two thit tay, tak 1 2 thit tay, tak 1 2 3 4 1 2 1 2 3 4 1 2. ഇത്ര മനസ്സിലായോ? ഇനി അടുത്തത് പാട്ടിൻ്റെ പോർഷനാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ചാലോ? ആദ്യം ഞാൻ ഓരോ കൈകളായിട്ട് കാണിച്ചു തരാം. നമ്മൾ നടക്കുന്ന സംഭവങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. കാല് മനസ്സിലാക്കാൻ കൈ വരുന്നത് റൈറ്റ് കൈ ആദ്യം ഇങ്ങനെ പിടിക്കും. എന്നിട്ട് മന്ദഹാസ കടകാമുഖം ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ 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 ആക്കും. ഹാസ പുഷ്പം ചൂടും. ഓക്കെ, അപ്പം എങ്ങനെ മന്ദഹാസ പുഷ്പം ചൂടും. എന്നിട്ടിങ്ങനെ സാന്ദ്രചുംബനം സാന്ദ്രചുംബനം. എന്നിട്ട് ഏകും ഇങ്ങനെ നാണിച്ച് ഇങ്ങനെ പോകുന്നത് പോലെ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കളിക്കുമെന്ന് വെച്ചാൽ മന്ദഹാസ പുഷ്പം ചൂടും സാന്ദ്രചുംബനമേകും. 2 പേരെ കളിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് മാറണം. ആ വീഡിയോയിൽ ഞങ്ങൾക്കാണെങ്കിലേ പാറയുടെ പുറത്ത് നിന്ന്, അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ശരിക്കും പാറയുടെ അവിടെ നിന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു 2 കാലും ഒരേ ലെവലിൽ വെച്ച് നിൽക്കാനുള്ളൊരു സൗകര്യം ഇല്ലായിരുന്നു ശരിക്കും. അത് ആ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് 2 പേരും. അത് സെപ്പറേറ്റ് വീഡിയോ എടുക്കാത്ത റീസൺ എന്ന് വെച്ചാൽ അതിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഓരോ വരിയും ഓരോരുത്തർ കളിക്കുമ്പോൾ മറ്റേ ആൾ മാറി നിന്ന് എടുക്കുക പോസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്റ്റേജിലൊക്കെയാണ് ഗ്രൂപ്പായിട്ടോ 2 പേരായിട്ടൊക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥലമുണ്ടല്ലോ, അപ്പോൾ ഒരാൾ കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടില്ല, അതുപോലെ അങ്ങ് മാറിയാൽ മതി. അപ്പോൾ അടുത്ത ആൾക്ക് കയറി വരാൻ പറ്റും. ഇനി ഒറ്റയ്ക്കാണ് കളിക്കുന്നതെങ്കിൽ അവിടെ തന്നെ നിന്ന് നമ്മൾ ഒരു സൈഡ്, ഇപ്പോൾ 1ാമത്തെ വരി ഇവിടുന്ന് ഇങ്ങോട്ടാണ് കളിക്കുന്നതെങ്കിൽ 2ാമത്തത് അവിടുന്ന് ഇങ്ങോട്ട് ഡാൻസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് ഫുള്ള് കവർ ചെയ്ത് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 1ാമത്തെ വരി മനസ്സിലായല്ലോ? എങ്ങനെയാണ്? മന്ദഹാസ പുഷ്പം ചൂടും സാന്ദ്രചുംബനമേകും. ഇനി അടുത്തത് കൈ ഇങ്ങനെ വരും. സുന്ദരാംഗ രാഗം തേടും ഹൃദയവേണൂതും. ഓക്കെ, ഹംസാസ്യം പിടിച്ചിട്ട് ഇങ്ങനെ വരും. അതിൻ്റെ കാല് വരുന്നത് ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് നീട്ടും, റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് നീട്ടും. സുന്ദരാംഗ. എന്നിട്ട് റൈറ്റ് കാല് നീട്ടി ലെഫ്റ്റ് കാല് ബാക്കിൽ. രാഗം തേടും ഹൃദയവേണൂതും. ഓക്കെ, ഇനി നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചരിഞ്ഞാണ് കാണിക്കുന്നത്. അത് ഇവിടുന്ന് വേണമെങ്കിലും വരാം. ഇങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ 1 2 മന്ദമന്ദം എന്നെ പുൽകും എന്നിട്ടിങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ കറങ്ങും. ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാലിങ്ങനെ കറക്കിയെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹംസാസ്യം പിടിച്ചതിന് ശേഷം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ശാരദേന്ദു. എന്നിട്ട് കൈ ഇങ്ങനെ ലെഫ്റ്റ് കോർണറിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് റൈറ്റ് കൈ മാത്രം
ഇങ്ങനെ ആക്കും. ജസ്റ്റ് ലെഫ്റ്റ് കാൽ ഇങ്ങനെ ചവിട്ടി റൈറ്റ് കാല് പൊക്കി ഒന്നിങ്ങനെ കയറി നിൽക്കും. അത്രേ ഉള്ളൂ. അതായത് ശാരദേന്ദു പൂക്കും രാവിൽ സുമഗീതം. മനസ്സിലായോ? ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ ഇത്തിരി ഒരു അഭിനയമൊക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു പാട്ടാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലെഫ്റ്റ് കാലിങ്ങനെ ചവിട്ടി അതേ കാലിൽ തന്നെ കയറി ഇങ്ങനെ നിൽക്കും. കൈ വരുന്നത് അളപത്മം ഡോളാഹസ്തം. ആടുവാൻ മറന്നുപോയ ഇങ്ങനെ 1 2 മറന്നുപോയ മുഴുമണ്ഡലത്തിൽ പൊന്മയൂരം ആകും. മയൂരം പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പാടുവാനെന്ന് പറയുമ്പം പാടുവാൻ മറന്നുപോയ വീണ എടുക്കുന്നത് കണക്ക് കാണിച്ചിട്ട് എഴുന്നേക്കും. എഴുന്നേൽക്കുമ്പം ലെഫ്റ്റ് കയ്യിൽ ഇങ്ങനെ മൃഗശീർഷം തിരിച്ചു പിടിക്കും. റൈറ്റ് കയ്യിൽ സൂചി പിടിച്ചിട്ട് 1 2 3 4 ഥെത്ത് തെയ് ഥെത്ത് തെയ്. കാല് ബാക്കിൽ ചവിട്ടും. റൈറ്റ് കാല് ലെഫ്റ്റ് കാല് പൊക്കി ചവിട്ടിയിട്ട് റൈറ്റ് കാലിങ്ങനെ കുത്തും. ഇങ്ങനെ 2 തവണ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഘനശ്യാമ നേരത്തെ ചെയ്ത കൈയാണ്. പക്ഷെ കാല് സ്റ്റെപ്പിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. റൈറ്റ് ലെഫ്റ്റ് താ തെയ് തെയ് താം. ലെഫ്റ്റ് റൈറ്റ് തെയ് തെയ് താം. ഘനശ്യാമ വൃന്ദാരണ്യം. കാല് വരുമ്പം 1 2 3 4 താ തെയ് തെയ് താം. അങ്ങനെ ആട്ടോ വരുന്നത്. അതായത് റൈറ്റ് ലെഫ്റ്റ് താ തെയ് തെയ് താം. ആദ്യത്തെ താ തെയ് തെയ് താം ബാക്കിലത്തെ റൈറ്റ് കോർണറിലോട്ട് വരും. നേരത്തെ അതേ കൈ തന്നെ. ഘനശ്യാമ വൃന്ദാരണ്യം. അത് കഴിഞ്ഞിട്ട് രാസകേളി യാമം. എന്നിട്ട് നമ്മൾ ആദ്യത്തെ വരിയിൽ കളിച്ച് ഇങ്ങനെ നികുഞ്ചങ്ങൾ. എങ്ങനെ വരും? അതല്ല, നികുഞ്ചങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കറങ്ങും. നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ. അത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വരിയിൽ ചെയ്തതുപോലെ പകർന്നാടും നേരം. ഇത് ഞാനൊന്ന് ചേർത്ത് കാണിച്ചു തരാമേ. മന്ദഹാസം തൊട്ട്. മന്ദഹാസ പുഷ്പം ചൂടും സാന്ദ്ര ചുംബനമേകും സുന്ദരാംഗ രാഗം തേടും ഹൃദയവേണൂതും മന്ദമന്ദമെന്നെ പുൽകും ശാരദേന്ദു പൂക്കും രാവിൽ ആടുവാൻ മറന്നുപോയ പൊന്മയൂരമാകും. പാടുവാൻ മറന്നുപോയ ഇന്ദ്രവീണ ആകും. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളി യാമം. നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. ഇത് ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്തത് വീണ്ടും ഒരു മ്യൂസിക്കിൻ്റെ പോർഷനാണ്. അത് പഠിച്ചാലോ? അടുത്തത് നമ്മൾ അരമണ്ഡലത്തിലിരുന്നിട്ട് ജസ്റ്റ് ലെഫ്റ്റ് കാല് മാത്രം ഇങ്ങനെ കുത്തി നിർത്തണം. കൈ ഇങ്ങനെ കുഴിപ്പതാക പിടിച്ച് ലെഫ്റ്റിലോട്ട് ചരിഞ്ഞ് റൈറ്റ് സൈഡിലോട്ട് 1 2 3 4. അതായത് 1 2 3 4. തിരിച്ച് അതേപോലെ ഇപ്പുറത്തോട്ട്. എന്നിട്ട് ഹംസാസ്യമാണേ. ഹംസാസ്യം കാല് വരുന്നത് 1 2 3 4. എന്നിട്ട് കൈ ഇങ്ങനെ കറക്കും. ഇനി നമ്മൾ ഇങ്ങോട്ട് 1 2 3 1 2 3 1 2 3 1 2 3. റൈറ്റിലോട്ട് പോകുമ്പം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. തിരിച്ച് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇനി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ. കൈ ഇങ്ങനെ കറക്കി 1 2 3 1 2 3. അത്രേ ഉള്ളൂ. നിങ്ങളിപ്പം 2 പേരായിട്ട് ചെയ്യുന്നെങ്കിൽ ഇങ്ങോട്ട് പോകേണ്ടവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിലത്തെ കാലിൻ്റെയും കൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 1 2 3 4 വേണമെങ്കിലും ചെയ്യാം. സ്പീഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട്
നമ്മൾ റൈറ്റ് സൈഡിലോട്ട് റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് നീട്ടി നിൽക്കും. അപ്പോൾ കൈ വരുന്നത് റൈറ്റ് കയ്യിൽ താമ്രചൂടം, ലെഫ്റ്റ് കൈ ഡോളാഹസ്തം. 1 2 3 എന്ന് പറയുമ്പോൾ അളപത്മം, 4 എന്ന് പറയുമ്പോൾ തലയ്ക്ക് മുകളിൽ വരും. തിരിച്ച് ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് നീട്ടും. എന്നിട്ട് റൈറ്റ് കയ്യിൽ അളപത്മം ഇങ്ങനെ വരും. ഓക്കെ. അതിനുശേഷം നമ്മൾ റൈറ്റ് കോർണറിലോട്ട് റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് മുട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് മുട്ട് ഇങ്ങനെ കുത്തി ഇരിക്കും. എന്നിട്ട് 1 2 3 4 അളപത്മം കടകാമുഖം, അളപത്മം കടകാമുഖം. എന്നിട്ട് കൈ ഇങ്ങനെ കറക്കി നമ്മൾ നെഞ്ചിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരും. ഇനി ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് ഹംസാസ്യം തന്നെയാണ്. ലെഫ്റ്റ് കൈ നേരെ മുകളിലോട്ടിരിക്കും, റൈറ്റ് കൈ ഇങ്ങനെ. തിരിച്ച് റൈറ്റ് കൈ മുകളിൽ പോകുമ്പോൾ ലെഫ്റ്റ് കൈ ഇങ്ങനെ. 1 2 3 1 2 3 1 2 3 1 2 3. ഇത് ഞാൻ മ്യൂസിക്കുമായിട്ട് ചേർത്ത് ഒന്ന് കാണിച്ചു തരാമേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടായതുകൊണ്ട് തന്നെ ഈ പാട്ടിന് കൂടി ഇത് ചേർത്ത് കളിക്കുമ്പം വളരെ എളുപ്പത്തിലെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല ഭംഗിയോടെ ചെയ്യാൻ പറ്റിയൊരു പാട്ടാട്ടോ. അപ്പോൾ ഇത് ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഒരു വരികളുടെ ആ ഒരു പോർഷനും കൂടെ കഴിഞ്ഞു, ഐറ്റം കഴിഞ്ഞു. അപ്പോൾ അതും കൂടെ പഠിച്ചാലോ? അടുത്തതിൻ്റെ കൈ ഞാൻ ആദ്യം പറഞ്ഞു തരാമേ. എൻ്റെ മോഹ കഞ്ചുകങ്ങൾ, എന്നിട്ട് 1 2 നമ്മൾ താഴെ ഇങ്ങനെ കിടക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ എന്നിട്ട് പതുക്കെ മുട്ടുകൂത്തി ഇരുന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് ഓക്കെ. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ മാലയായി ഞാൻ, മാലയായി ഞാൻ, എന്നിട്ടിങ്ങനെ ചേർന്നുറങ്ങും. ചെറിയൊരു നാണവിഷമം ആ ഒരു രീതിക്ക് അഭിനയിക്കണേ. ആദ്യത്തത് ഇത്. എന്നിട്ട് എൻ്റെ രാവിൻ. ഓക്കെ. ഇനി മായാലോകം എന്ന് പറയുമ്പോൾ നമ്മൾ കറങ്ങി വരും. മായാലോകം. എന്നിട്ട് ലെഫ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട് റൈറ്റ് കൈ ഇങ്ങനെ പിടിച്ച് നെഞ്ചോടണച്ച് ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാലിങ്ങനെ കറക്കിയെടുക്കും. അതായത് എന്നിട്ട് എൻ്റെ മൗന മഞ്ചീരങ്ങൾ, കൈ ഇങ്ങനെ വരുവേ. ആദ്യത്തെ 3 വിരൽ മാത്രം ഇങ്ങനെ മഞ്ചീരങ്ങൾ. എന്നിട്ടിങ്ങനെ 1 കടകാമുഖം, 2 അളപത്മം, എന്നിട്ട് 3 എന്ന് പറയുമ്പോൾ കൈ ഇവിടെ വയ്ക്കും. ഓക്കെ. അപ്പം ഇതൊന്ന് ചേർത്ത് കാണിച്ചു തരാം. എൻ്റെ മോഹ കഞ്ചുകങ്ങൾ കൃഷ്ണനിന്ദന മാലയായി ഞാൻ ചേർന്നുറങ്ങും. എൻ്റെ രാവിൻ മായാലോകം സ്നേഹലോലമാകും. എൻ്റെ മൗന മഞ്ചീരങ്ങൾ ഇങ്ങനെ വികാരാത്രമാകും. എന്നിട്ട് എന്നെ മാത്രം ഇങ്ങനെ ഉറങ്ങുന്നത് പോലെ എന്നെ മാത്രം പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണരണേ. ആരു വന്നുണർത്തി, അറിയത്തില്ല ആരാണെന്നുള്ളത്. എന്നിട്ട് അതുപോലെ എന്നെ മാത്രം, എന്നെ മാത്രം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണ് കളിക്കുന്നതെങ്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 2 വട്ടം എണീറ്റിട്ട് വീണ്ടും ഇരിക്കണ്ടേ. അങ്ങനെ ആണെങ്കിൽ കാല് ബാക്കി വെച്ച് അരമണ്ഡലത്തിൽ ഇരുന്നാലും മതി. അതല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഏതു കൈതലോടി 1 റൈറ്റ് കൈ നീട്ടും, ലെഫ്റ്റ് കൈ ഇവിടെ തിരിച്ചിങ്ങനെ. ഓക്കെ. ഇത് ഞാൻ ചേർത്ത് ഒന്നും കൂടെ കാണിച്ചു തരാം. എൻ്റെ മോഹ കഞ്ചുകങ്ങൾ അഴിഞ്ഞൂർന്നു വീഴും കൃഷ്ണനിന്ദന മാലയായി ഞാൻ
ചേർന്നു ചേർന്നുറങ്ങും എൻ്റെ രാവിൻ മായാലോകം സ്നേഹലോലമാകും എൻ്റെ മൗന മഞ്ചിരങ്ങൾ വികാരാർദ്രമാകും എന്നെ മാത്രം ആരു വന്നുണർത്തി എന്നെ മാത്രം ഏതു കൈതലോടി. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാം ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളി യാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നാൽ കൃഷ്ണവേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നാൽ മന്ത്രവേണുവോരേ. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്റ്റെപ്പ് പഠിച്ചല്ലോ, താത്ത എഴുതാൻ വരുന്നത്, അതിവിടെ കളിക്കണം. ഘനശ്യാമ വൃന്ദാരണ്യം, ഒന്നെങ്കിൽ അങ്ങനെ കളിക്കാം, അതല്ലെങ്കിൽ ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളി യാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ. എന്നിട്ട് ഇങ്ങനെ 1 2 3 1 2 3 കൈ ഇങ്ങനെ കറക്കി എടുക്കും. കാല് വരുന്നത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് പകർന്നാടും. എന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റിൽ വേണമെങ്കിലും ഇരിക്കാം. ഇങ്ങനെ കൃഷ്ണൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നതെങ്കിൽ ഇങ്ങനെ കൃഷ്ണനായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ കൃഷ്ണനായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ രാധയായിട്ടിരിക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഓരോ പാർട്ടായിട്ട് എല്ലാ ട്യൂട്ടോറിയലിലും പറയുന്നത് പോലെ തന്നെ ഓരോ പാർട്ടായിട്ട് സ്റ്റെപ്സ് സ്ലോയിൽ മനസ്സിലാക്കുക. കൈയും കാലും അഭിനയവും എല്ലാം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പാട്ടിട്ട് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ പോയി ഓരോ പാർട്ടായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചേർത്ത് മ്യൂസിക്കുമായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ഒരു പരുവത്തിന് ആകും ഡാൻസ്. അപ്പോൾ അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരെ കൊണ്ടും പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാൻസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഓരോരോ റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് എത്താം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും അമർത്തുക.